ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ചധികം PYQs ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലീഡർ പ്രവർത്തനങ്ങളുടെ ആവശ്യകത എന്താണ്? സ്കിൽ ഉപയോഗിച്ച് പരിശീലിക്കലാണ് ലീഡർ പ്രവർത്തനങ്ങളുടെ ആവശ്യകത. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ എത്ര വാട്ടർ ജമ്പ് ഉണ്ട്? 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ 7 വാട്ടർ ജമ്പുകളാണ് ഉള്ളത്. വനിതാ വോളിബോൾ നെറ്റിൻ്റെ ഉയരം എത്രയാണ്? വനിതാ വോളിബോൾ നെറ്റിൻ്റെ ഉയരം 2.24 ആണ്. ഇനി മെന്നിൻ്റെ നോക്കിയാലോ. പുരുഷ വോളിബോൾ നെറ്റിൻ്റെ ഉയരം വരുന്നത് 2.43 മീറ്ററാണ്. അപ്പോൾ തെറ്റിക്കാതെ പഠിക്കുക. വനിതാ വോളിബോൾ നെറ്റിൻ്റെ ഉയരം വരുന്നത് 2.24 മീറ്ററും പുരുഷ വോളിബോൾ നെറ്റിൻ്റെ ഉയരം വരുന്നത് 2.43 മീറ്ററുമാണ്. നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. ലീഡർ പ്രവർത്തനങ്ങളുടെ ആവശ്യകത എന്താണ്? സ്കിൽ ഉപയോഗിച്ച് പരിശീലിക്കലാണ് ലീഡർ പ്രവർത്തനങ്ങളുടെ ആവശ്യകത. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ എത്ര വാട്ടർ ജമ്പുണ്ട്? 7 വാട്ടർ ജമ്പുകളാണുള്ളത്. ഇനി വനിതാ വോളിബോൾ നെറ്റിൻ്റെ ഉയരം എത്രയാണ്? വനിതാ വോളിബോൾ നെറ്റിൻ്റെ ഉയരം 2.24ഉം പുരുഷ വോളിബോൾ നെറ്റിൻ്റെ ഉയരം 2.43 മീറ്ററുമാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫുട്ബോളിലെ VAR എന്നാൽ എന്താണ്? VAR എന്നാൽ വീഡിയോ അസിസ്റ്റൻ്റ് റഫറി എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫുട്ബോളിലെ VAR എന്നാൽ എന്ത്? വീഡിയോ അസിസ്റ്റൻ്റ് റഫറി എന്നാണ് VARൻ്റെ ഫുൾ ഫോം. ഒരു കബഡി ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു കബഡി ടീമിലെ അംഗങ്ങളുടെ എണ്ണം 7 ആണ്. ലിബറോ എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്നത് വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓൾറെഡി വോളിബോളിനെ കുറിച്ച് 2 പോയിൻറ്റ്സ് പറഞ്ഞിരുന്നു. വനിതകളുടെ വോളിബോൾ നെറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 2.24 മീറ്റർ ആണ്. മെന്നിൻ്റെ ആണെങ്കിൽ 2.43 മീറ്റേഴ്സാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫുട്ബോൾ മത്സരങ്ങളിൽ അനുവദിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എത്ര എണ്ണമാണ്? ഫുട്ബോൾ മത്സരങ്ങളിൽ അനുവദിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എണ്ണം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 സബ്സ്റ്റിറ്റ്യൂഷനാണ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഉള്ളത്. ഡെക്കാത്തലോൺ മത്സരത്തിൽ ആദ്യ ദിവസത്തെ ഇനങ്ങൾ ഏതെല്ലാമാണ്? ഡെക്കാത്തലോൺ മത്സരത്തിൽ ആദ്യ ദിവസത്തെ ഇനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ 100 മീറ്റർ, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ഹൈ ജമ്പ്, 400 മീറ്റർ എന്നിവയാണ് ഡെക്കാത്തലോൺ മത്സരത്തിലെ ആദ്യ ദിവസത്തെ ഇനങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 100 മീറ്റർ വരുന്നുണ്ട്, 400 മീറ്റർ വരുന്നുണ്ട്, ലോങ് ജമ്പ് വരുന്നുണ്ട്, ഹൈ ജമ്പ് വരുന്നുണ്ട്, ഷോട്ട് പുട്ട് വരുന്നുണ്ട്. പഠിച്ചു വെക്കുക. ഡെക്കാത്തലോൺ മത്സരത്തിൽ ആദ്യ ദിവസത്തെ ഇനങ്ങൾ എന്ന് പറയുന്നത് 100 മീറ്റർ, 400 മീറ്റർ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോട്ട് പുട്ട്. ഇനി ഫെൻസിങ് മത്സരങ്ങൾ നടക്കുന്ന അരീനയ്ക്ക് പറയുന്ന പേരെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സ്പോർട്സ് ഇവൻറ്റും അത് നടക്കുന്ന വേദിയുടെ പേരും. അപ്പോൾ പഠിച്ചു വെക്കുക. ഫെൻസിങ് മത്സരങ്ങൾ നടക്കുന്ന അരീനയ്ക്ക് പറയുന്ന പേരാണ് പിസ്റ്റ എന്നത്. ഇനി നമുക്ക് കുറച്ച് ഗെയിംസും അതുപോലെ തന്നെ അതിൻ്റെ പ്ലേയിങ് ഏരിയ എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് നോക്കാം. ബോക്സിംഗ് ആണെങ്കിൽ റിംഗ് ആണ്, റെസ്ലിംഗ് മാറ്റ്, ഫെൻസിങ് പിസ്റ്റെ, ടെന്നീസ്, ബാഡ്മിൻ്റൺ, ബാസ്ക്കറ്റ്ബോള്, വോളിബോള്, സ്ക്വാഷ് മുതലായവ കോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ബേസ്ബോള്, സോഫ്റ്റ് ബോള് അതറിയപ്പെടുന്നത് ഡയമണ്ട് എന്നാണ്. ഐസ് ഹോക്കി അറിയപ്പെടുന്നത് റിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഐസ് ഹോക്കിയും അതുപോലെ തന്നെ ബോക്സിങ്ങും തമ്മിൽ മാറിപ്പോരുത്. ബോക്സിങ്ങിൻ്റെത് റിംഗ് ആണ്, RING റിംഗ് ആണ് ബോക്സിങ്ങിന് വരുന്നത്. ഐസ് ഹോക്കി ആണെങ്കിൽ റിംഗ് വരും, RINK വരും, റിംഗ്. അപ്പം നിങ്ങൾ മലയാളത്തിലാണെങ്കിലും ഓപ്ഷനിൽ കാണുമ്പോൾ കൺഫ്യൂസ്ഡായി തിരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഷട്ടിൽ ബാഡ്മിൻ്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ഔദ്യോഗിക സംഘടനയുടെ പേരെന്താണ്? ആൻസർ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ എന്നാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഡെക്കാത്തലോൺ മത്സരത്തിലെ ആദ്യ ദിവസത്തെ ഇനങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ പഠിച്ചായിരുന്നു 100 മീറ്റർ, 400 മീറ്റർ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോട്ട് പുട്ട് മുതലായവയാണ് ആദ്യ ദിവസത്തെ ഇനങ്ങൾ. ഫെൻസിങ് മത്സരങ്ങൾ നടക്കുന്ന അരീനയ്ക്ക് പറയുന്ന പേരെന്താണ്? പിസ്റ്റ എന്നാണ്. ഷട്ടിൽ ബാഡ്മിൻ്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ഔദ്യോഗിക സംഘടനയുടെ പേര് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിച്ചർ എന്നത് ഏത് കളിയിൽ ഉപയോഗിക്കുന്ന പദമാണ്? ഉത്തരം സോഫ്റ്റ് ബോൾ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ക്വസ്റ്റ്യനിൽ പഠിച്ചു. എന്താണ്? ഡയമണ്ട് എന്നത് ഏത് കളിയുടെ പ്ലേയിങ് ഏരിയയുടെ പേരാണ്? അത് നമ്മുടെ ഈ സോഫ്റ്റ് ബോൾ അല്ലെങ്കിൽ ബേസ് ബോൾ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്ലേയിങ് ഏരിയയ്ക്ക് വിളിക്കുന്ന പേരാണ് ഡയമണ്ട് എന്നത്. അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ബോൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്ത്? പിച്ചർ. പിച്ചർ എന്ന് പറയുന്ന ടേം ഏത് കളിയിൽ ഉപയോഗിക്കുന്ന പദമാണ്? സോഫ്റ്റ് ബോളിൽ ഉപയോഗിക്കുന്ന പദമാണ് പിച്ചർ എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ മികച്ച കളിക്കാരന് ലഭിക്കുന്ന സമ്മാനമാണ് ഗോൾഡൻ ബോൾ. അപ്പം മികച്ച കളിക്കാരന് ലഭിക്കുന്നതാണ് ഗോൾഡൻ ബോൾ. ഓർത്തു വെക്കുക. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ
മികച്ച കളിക്കാരന് ലഭിക്കുന്ന സമ്മാനം ഗോൾഡൻ ബോളാണ്. വോളിബോൾ മത്സരങ്ങളിലെ ടൈം ഔട്ട് എത്ര സമയമാണ്? 30 സെക്കൻഡാണ് വോളിബോൾ മത്സരങ്ങളിലെ ടൈം ഔട്ട്. ഇപ്പോൾ നമ്മുടെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വോളിബോളുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? ലിബറോ എന്ന ടേം ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വോളിബോളുമായി ബന്ധപ്പെട്ട ടേമാണ്, അല്ലെങ്കിൽ കളിക്കാരനാണ് ലിബറോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോളിബോൾ നെറ്റിൻ്റെ ഹൈറ്റ് വുമൻ്റെ ആണെങ്കിൽ 2.24 മീറ്ററും മെൻ ആണെങ്കിൽ 2.43 മീറ്റേഴ്സുമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇപ്പോൾ എന്താണ് വോളിബോൾ മത്സരങ്ങളിലെ ടൈം ഔട്ട് എത്ര സമയം? 30 സെക്കൻഡാണ് വോളിബോൾ മത്സരങ്ങളിലെ ടൈം ഔട്ട് എന്ന് പറയുന്നത്. ഇനി 2 മിനിറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഏത് മത്സരത്തിലാണ് ഉപയോഗിച്ച് വരുന്നത്? 2 മിനിറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഏത് മത്സരത്തിലാണ് ഉപയോഗിച്ച് വരുന്നത്? അത് ഹാൻഡ്ബോളിലാണ് 2 മിനിറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ച് വരുന്നത്. നമുക്കറിയാം അടുത്ത മാസം, അതായത് മാർച്ച് ഫസ്റ്റ് വീക്ക് അതുപോലെ തന്നെ മാർച്ച് ലാസ്റ്റ് വീക്കാണ് ഈ പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ എക്സാം കേരള PSC കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്